ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു ആവേശകരമായ വിജയമാണ് FC ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത്. പറയാൻ കാരണം മത്സരത്തിൻ്റെ ഭൂരിഭാഗം സമയവും 10 പേരെ വെച്ചുകൊണ്ടാണ് അവർ കളിച്ചിട്ടുള്ളത്. എന്നിട്ടും ഈ ഒരു വെല്ലുവിളി അതിജീവിക്കാൻ FC ബാഴ്സലോണക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബെൻഫിക്കയെ ബാഴ്സ അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിൻ്റെ 61ാമത്തെ മിനിറ്റിൽ റാഫീഞ്ഞ നേടിയ മികച്ച ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. മത്സരത്തിൻ്റെ 22ാമത്തെ മിനിറ്റിൽ തന്നെ കുബാർസി ഒരു റെഡ് കാർഡ് കണ്ടുകൊണ്ട് പുറത്തു പോയി എന്നുള്ളതാണ്. അതാണ് ബാഴ്സക്ക് തിരിച്ചടിയായത്. എന്നിട്ടും അവർ പിടിച്ചു നിന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതിന് നന്ദി പറയേണ്ടത് അവരുടെ ഗോൾ കീപ്പറായ ഷെസ്നിയോട് തന്നെയാണ്. 8 സേവുകളാണ് മത്സരത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഒരൊറ്റ ഗോൾ പോലും അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ വഴങ്ങിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഏതായാലും ഇവിടെ മറ്റൊരു കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഏകദേശം 70 മിനിറ്റോളം 10 പേരെ വെച്ചുകൊണ്ടാണ് FC ബാഴ്സലോണ കളിച്ചിട്ടുള്ളത്. എന്നിട്ട് അവർ ചാമ്പ്യൻസ് ലീഗിലെ ഈ മത്സരത്തിൽ എവേ മത്സരത്തിൽ വിജയം സ്വന്തമാക്കി എന്നുള്ളതാണ്. ഇത് ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ്. ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ ഇതിനു മുൻപ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. 10 പേരെ വെച്ചുകൊണ്ട് 70ഓളം മിനിറ്റ് എവേ മത്സരം കളിക്കുക, എന്നിട്ട് ഒരു ഗോൾ പോലും വഴങ്ങാതെ മത്സരത്തിൽ വിജയിക്കുക എന്നത് ചാമ്പ്യൻസ് ലീഗിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഹാൻസി ഫ്ലിക്കിന്റെ ബാഴ്സലോണ ഇത്തരത്തിലുള്ള ഒരു ചരിത്രം തിരുത്തി എഴുതിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാര്യങ്ങൾ ഇപ്പോൾ ബാഴ്സയുടെ കോർട്ടിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ 2ാം പാദ മത്സരം ബാഴ്സയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് നടക്കുക. ആ മത്സരം കൂടി അതിജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ക്വാർട്ടർ ഫൈനൽ പ്രവേശനം സ്വന്തമാക്കാൻ സാധിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.